നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഓണം എക്സാമിന്റെ വളരെ ചുരുക്കിയിട്ട് ഓണം എക്സാമിനേഷൻ ഈ ഭാഗങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. അത് മാത്രം ഒന്ന് നോക്കിയിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, അത് ചെയ്തു നോക്കണം. എഴുതി നോക്കാൻ ഞാൻ എക്സാമിന് എഴുതാൻ പറ്റില്ല, പക്ഷെ ഈ കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യും ഉറപ്പാണ്. ഓക്കെ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. വാട്ട് ഇസ് റിലേഷൻ? Relation from A to B is defined as a subset of the Cartesian product A cross B. അപ്പോൾ Cartesian product എന്താ അറിയണം? എന്താ A cross B പറഞ്ഞാൽ set of all elements ordered pairs AB such that A comes from capital A and B comes from capital B. A cross B എന്നാ അതാണ് set of all elements like AB such that A comes from capital A and B comes from capital B. അപ്പോൾ A cross B പറഞ്ഞാൽ A cross B ന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സബ്സെറ്റ് ആണ് relation from A to B. B cross A യുടെ സബ്സെറ്റ് ആണ് relation from B to A. The relation from A to B is defined as the subset of the Cartesian product A cross B. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ അതിൽ നമുക്ക് എന്തൊക്കെ ചോദിക്കാം? A cross B യുടെ ചെറിയൊരു ക്വസ്റ്റ്യൻ പറയാം. R is equal to ഇപ്പൊ ഇങ്ങനെ വെച്ചോളൂ. ഇപ്പൊ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 4 വെച്ചോളൂ. 1, 2, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വെച്ചോളൂ. അപ്പം A പറയുന്ന സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് which is less than equal to 4 and B is set of all natural numbers between 2 and 6. Between 2 and 6 ആണെങ്കിൽ 2 ഉണ്ടാവും, 4 ഉണ്ടാവും, 5 ഉണ്ടാവും. 2, 4, 5 അല്ലേ? അപ്പം ഇതിനെ നമുക്ക് പറയാം A is a set of all, നമുക്ക് സിമ്പിളിന്റെ ഫോമിൽ പറയാം A is a set of all natural numbers such that X is a natural number, and X is less than 5. ഇങ്ങനെ പറഞ്ഞാലും മതി. And B is a set of all X such that X is a natural number and X is lying between 1, 2, 4, 5. 2, 3 ഉണ്ടായിക്കോട്ടെ. 2, 3, 4, 5. Okay, 2, 3, 4, 5. 2, 3, 4, 5. അപ്പം lying between 1 and 6 ആയിക്കോട്ടെ. 2, 3, 4, 5. അപ്പോൾ A യും B യും രണ്ട് സെറ്റ്സ് ആണ്. And you are defining a relation R. You are defining relation R defined as ഇങ്ങനെയാണ് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യാം. ഓർഡേർഡ് പെയർ XY. അതായത് എക്സിലത്തെ ഏത്തെ ഒരു എലിമെന്റിന് ബിത്തെ ഒരു എലിമെന്റ് ആയിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയാണ് ബന്ധം ഉണ്ടാവുന്നത്. എക്സ് മൈനസ് വൈ തമ്മിലുള്ള ബന്ധം എക്സ് മൈനസ് വൈ ഈക്വൽ ആണ്. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1 ആണ്. എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഈക്വൽ ടു 1 ആയിട്ട് ലെസ് ദാൻ ഈക്വൽ ടു 1. മോഡ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1. തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ്. എക്സും വൈയും തമ്മിലുള്ള വ്യത്യാസം, അതായത് എക്സ് എൽത്തി ആവണം, വൈ ബിൽത്തി ആവണം. സപ്പോസ് യു ആർ ഡിഫൈൻ റിലേഷൻ ലൈക്ക് ദിസ്. ഇതിൽ 3 ചോദ്യമാണ് ചോദിക്കാം. അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യണം? എക്സലത്തെ ഒരാൾക്ക് വൈയത്തെ ഒരാളായിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം ഒന്നാവണം. അപ്പൊ എന്തൊക്കെയാ ബന്ധം ഉണ്ടാവുക? ബന്ധം എന്താണ്? 1ന് 2 ആയിട്ട് ബന്ധം ഉണ്ടാവും അല്ലെ? 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? 1 ആണ്. 2ന് 3 ആയിട്ട് ബന്ധം ഉണ്ടാവും. പിന്നെ 3ക്ക് 4 ആയിട്ട് ബന്ധം ഉണ്ടാവും. 4ന് 5 ആയിട്ട് ബന്ധം ഉണ്ടാവും. വേറെ ഒരു ബന്ധവും ഉണ്ടാവില്ല. 3ക്ക് 4 ആയിട്ട്, 4ന് 4 ആയിട്ട്, 4ന് 3 ആയിട്ട് ബന്ധം ഉണ്ടാവും അല്ലെ? 4ന് 3 ആയിട്ട് ബന്ധം ഉണ്ടാവും. ഇങ്ങനെ ബന്ധം ഉണ്ടാവും. പിന്നെ 2ന് 1ന് 3 ആയിട്ട് ബന്ധം ഉണ്ടാവും. 1ന് 3 ആയിട്ട് ബന്ധം ഉണ്ടാവും. പിന്നെ 2ന് 4 ആയിട്ട് ബന്ധം ഉണ്ടാവില്ല. 2ന് 5 ആയിട്ട് ബന്ധം ഉണ്ടാവില്ല. 3ക്ക് 5 ആയിട്ട് ബന്ധം ഉണ്ടാവില്ല. 4ന് 4 ആയിട്ട്, 4ന് 5 ഇത്രയേ ഉള്ളൂ. 2ന് 3 ആയിട്ട് ബന്ധം ഉണ്ടാവും. 3ക്ക് അത്രയേ ഉള്ളൂ. But this is what we call arrow diagram. അപ്പോൾ what is the domain of this relation? ഇപ്പൊ ഇത് നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. ഇതിന് റോസ്റ്റർ ഫോമിൽ എഴുതാം. എങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതാം? R is equal to എങ്ങനെ എഴുതാം? R is equal to 1, 2 ഓർഡേർഡ് പെയർ 1, 2 എഴുതാം. പിന്നെ 1, 3 ഉണ്ടാവില്ല കേട്ടോ. സോറി, 1, 3 ഉണ്ടാവില്ല. ഈ 1, 3 ഉണ്ടാവില്ല. 1ന് 3 ആയിട്ട് ബന്ധം ഉണ്ടാവില്ല. 2ന് 3 ആയിട്ട് ബന്ധം ഉണ്ടാവും. 1, 2 ഉണ്ടാവും. പിന്നെ 2, 3 ഉണ്ടാവും അല്ലെ? 2, 3 ഉണ്ടാവും. പിന്നെ 3, 4 ഉണ്ടാവും. പിന്നെ 4, 5 ഉണ്ടാവും. പിന്നെ 4, 3 ഉണ്ടാവും. 4, 3 ഉണ്ടാവും. Is that clear? അപ്പൊ 1ന് 2 ആയിട്ട് ബന്ധം ഉണ്ടാവും. 1ന് 3 ആയിട്ടും 1ന് 4 ആയിട്ടും 1ന് 5 ആയിട്ടും ബന്ധം ഉണ്ടാവില്ല. തമ്മിലുള്ള വ്യത്യാസം ഒന്നല്ലാത്തോണ്ട്. 2ന് 2 ആയിട്ട് ബന്ധമില്ല. 2ന് 3 ആയിട്ട് ബന്ധമാവും. 2ന് 4 ആയിട്ട് ബന്ധമാവില്ല. 2ന് 5 ആയിട്ട് ബന്ധമാവില്ല. 3ക്ക് 2 ആയിട്ട് ബന്ധം ഉണ്ടാവും. 3ക്ക് 2 ആയിട്ട് ബന്ധം ഉണ്ടാവും. ഈ ബന്ധം ഉണ്ടാവും. 3ക്ക് 2 ആയിട്ട് ബന്ധം ഉണ്ടാവും. അപ്പൊ ഈ ബന്ധം ഉണ്ടാവും.
3, 2 ഉണ്ടാവും. 3ക്ക് 2 ആയിട്ട് ബന്ധമുണ്ടാവും, 3ക്ക് 3 ആയിട്ട് ബന്ധമുണ്ടാവില്ല, 3ക്ക് 4 ആയിട്ട് ബന്ധമുണ്ടാവും, 3ക്ക് 5 ആയിട്ട് ബന്ധമുണ്ടാവില്ല. 4ന് 2 ആയിട്ട് ബന്ധമുണ്ടാവില്ല, 4ന് 3 ആയിട്ട് ബന്ധമുണ്ടാവും, 4ന് 4 ആയിട്ട് ബന്ധമുണ്ടാവില്ല, 4ന് 5 ആയിട്ട് ബന്ധമുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് റിലേഷൻ. അപ്പൊ ഇതിന് ദിസ് ഇസ് എ റിലേഷൻ എക്സ്പ്രസ്ഡ് ഇൻ റോസ്റ്റർ ഫോം, അല്ല സെറ്റ് ബിൽഡർ ഫോം. ദിസ് ഇസ് റെപ്രസെന്റഡ് ഇൻ റോസ്റ്റർ ഫോം. അപ്പൊ റിലേഷൻ തന്നെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയും, സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറയും. പിന്നെ എറോ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് എറോ ഡയഗ്രാം ആണ്. പിന്നെ വാട്ട് ഇസ് ദ ഡൊമെയിൻ ഓഫ് ദ റിലേഷൻ ചോദിക്കും. ഇത് ഡൊമെയിൻ വന്നാല് ആ സെറ്റിലുള്ള, ഈ സെറ്റിലുള്ള ആദ്യത്തെ എൻട്രീസ് മാത്രം സെറ്റ് ആക്കി എഴുതാം. 1, 2, 3, 4. 1, 2, 3, 4 ഇതാണ് ഡൊമെയിൻ. വാട്ട് ഇസ് ദ റേഞ്ച്? റേഞ്ച് ഓഫ് ദ റിലേഷൻ എന്താ? ഇതിൽ തന്നെ രണ്ടാമത്തെ എൻട്രീസ് എഴുതാം. രണ്ടാമത്തെ എൻട്രീസ് എല്ലാം ഉണ്ട്. 2, 3, 4, 5. അതായത് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്ത സെറ്റിലുള്ള ഓർഡർ പേഴ്സിന്റെ രണ്ടാമത്തെ എൻട്രീസ് എഴുതാം. അതാണ് റേഞ്ച്. ഇനി കോഡൊമെയിൻ എന്താണ്? വാട്ട് ഇസ് കോഡൊമെയിൻ? രണ്ടാമത്തെ സെറ്റ്. രണ്ടാമത്തെ സെറ്റ് എന്താ? ബി എന്ന്. ഇവിടെ റേഞ്ചും കോഡൊമെയിനും ഒന്നാണ്. ഓക്കെ, പിന്നെ ഇതില് എ ക്രോസ് ബിയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ 4 ആൾക്കാരുണ്ട്, ഇവിടെ 4 ആൾക്കാരുണ്ട്. 4, 4, 16, 2⁻16 എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ എന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ടാവും ചോദിച്ചാൽ 2⁻16 റിലേഷൻസ് ഉണ്ടാവും. അത് ഒരു കണ്ടുപിടുത്താണ്. അപ്പൊ എന്തൊക്കെയാണെന്ന് ചോദിക്കുക, represent that relation in the roster form, domain of the relation, range of the relation, codomain of the relation, number of relations. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ്? ഡൊമെയിൻ ഇതാണ്, റേഞ്ച് ഇതാണ്, കോഡൊമെയിൻ ബി ആണ്, നമ്പർ ഓഫ് റിലേഷൻസ് 2⁻16 ആണ്. കാരണം എ ക്രോസ് ബിയില് 16 ഓർഡർ പേഴ്സ് ഉണ്ടാവും. ഓരോ സബ്സെറ്റും റിലേഷൻ ആയിട്ട് 2⁻16 ഓർഡർ പേഴ്സ് ഉണ്ടാവും, അല്ല 2⁻16 സബ്സെറ്റ്സ് ഉണ്ടാവും, അതുകൊണ്ട് 2⁻16 റിലേഷൻസ് ഉണ്ടാവും. സിമ്പിൾ അല്ലേ? നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ എക്സ് വൈ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കൂ. y equals x square plus 1, x belongs to b and y belongs to b, where a is this and b is this. അപ്പൊ a തന്നിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇതൊക്കെ 3 ചോദ്യം ചോദിക്കാൻ നോക്കൂ. y equals represent that in the roster form. എപ്പോഴും ഇങ്ങനെയാണ് ചോദിക്കാം. roster form, set builder method, arrow diagram, graphical method, domain, range. ഈ 4 ചോദ്യങ്ങളാണ് ചോദിക്കുക. What is domain? What is the domain of this relation? What is the range of this relation? ഈ 4 കാര്യങ്ങൾ ഇത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക ഉറപ്പാണ്. അപ്പൊ ഒരു റിലേഷൻ തരും, എ തരും, ബി തരും, ആ റിലേഷൻഷിപ്പ് തരും, റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയും. തന്നെ ചിലപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിലായിരിക്കും, റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയും. ചിലപ്പോൾ റോസ്റ്റർ ഫോമിൽ തരും, സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറയും. പിന്നെ എന്താണ് എറോ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യാൻ പറയും. എറോ ഡയഗ്രാം വളരെ വേറായിട്ട് ചെറിയ സെറ്റ് ആണെങ്കിൽ മാത്രമേ എറോ ഡയഗ്രാം ചോദിക്കുള്ളൂ. പിന്നെ ഗ്രാഫിക്കൽ മെത്തഡ്, ആ ഗ്രാഫിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കും. പിന്നെ ഡൊമെയിൻ എന്താണ്, റേഞ്ച് എന്താ ചോദിക്കും. ഇതേ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? എ പറയുന്ന സെറ്റ് ഇതാണ്. ദിസ് ഇസ് എ പറയുന്ന സെറ്റ് 1, 2, 3, 5, 10 ആണ്. ബി എന്നുള്ള റിലേഷൻ, അല്ല ബി എന്നുള്ള സെറ്റ് 0, 1, 2, 3 ആണ്. എന്ന് ബിയിലേക്ക് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. y equals x square plus 1. ആദ്യത്തെ ആൾക്ക് രണ്ടാമത്തെ ആളായിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ രണ്ടാമത്തെ ആള് ആദ്യത്തെ സ്ക്വയർ ഇട്ട് 1 കൂട്ടിയതാവണം. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 1 എത്രയാ? ഇത് എക്സ് 1 ആച്ചുള്ളൂ. 1 സ്ക്വയർ പ്ലസ് 1 എത്രയാ? 1 സ്ക്വയർ പ്ലസ് 1. 1 എങ്ങട്ടാ പോവാ? 1 സ്ക്വയർ പ്ലസ് 1ലേക്ക്. 1 സ്ക്വയർ പ്ലസ് 1 എത്രയാ? 1 പ്ലസ് 1 2ലേക്ക്. അപ്പൊ 1 വിൽ ഗോ ടു 2. പിന്നെ 2 എങ്ങടാ പോവാ? 2 വിൽ ഗോ ടു 2 സ്ക്വയർ പ്ലസ് 1ലേക്ക് പോവാം. 2 സ്ക്വയർ പ്ലസ് 1 5 ആണ്. അപ്പൊ ഇങ്ങോട്ട് പോകാനില്ല, 2 അവിടെ വെറുതെ ഇരിക്കും. ഇവിടെ 5 ഇല്ല, അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. 2 സ്ക്വയർ പ്ലസ് 1. അപ്പൊ ഞാൻ അത് എഴുതുന്നില്ല. ഇനി 3 എങ്ങടാ പോവാ? 3 വിൽ ഗോ ടു y പറയുന്നത് 3 സ്ക്വയർ പ്ലസ് 1 ആണ് അല്ലെ? ഓക്കെ, എ പറയുന്നത് ഇതാണ്, ബി പറയുന്നത് 0, 1, 2, 3 ഉള്ളൂ. ഓക്കെ, 0, 1, 2, 3 ഉള്ളൂ. അപ്പം ഒന്നും ഉണ്ടാവില്ലല്ലോ. 1 വിൽ ഗോ ടു 2 മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സ് ബിലോങ്സ് ടു ബി. ഓ, എക്സ് ബിലോങ്സ് ടു ബി ആണ്. ഇത് ബിയിലത്തെ എലമെന്റ്. ഓക്കെ, തെറ്റിപ്പോയി. എക്സ് ബിലോങ്സ് ടു ബി ആണ്. തിരിഞ്ഞുപോയി ക്വസ്റ്റ്യൻ. നമുക്കൊരു കാര്യം ചെയ്യാം. എക്സ് ബിലോങ്സ് ടു ബി ആണ്. y ആണ് എയിലത്തെ എലമെന്റ്. ഈ ഭാഗം ഒന്ന് എഡിറ്റ് ചെയ്താൽ നന്നായിരുന്നു, രണ്ടാമത് എടുക്കാൻ. ഓക്കെ, ഈ ഭാഗം തുടക്കത്തില്, ഈ പേജ് തുടക്കത്തില് ഒന്ന് എഡിറ്റ് ചെയ്യാൻ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എ, ഇതാണ് ബി.
അപ്പം എക്സ് ബിയിൽ നിന്നാണ്, എക്സ് ബി എന്നാണ്. അതെ, അപ്പൊ ഇതാണ് നമ്മൾ ബി എടുക്കേണ്ടത്, ഇതാണ് എ എടുക്കേണ്ടത്. അപ്പൊ ബിന്ന് എയിലേക്കാണ് ബന്ധം. കണ്ടോ, കണ്ടോ എക്സ് വൈ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് എക്സ് വൈ പറഞ്ഞാൽ എക്സിന്ന് വൈയിലേക്കാണ് ബന്ധം. ഓർഡർ പെയർ 1 2 1ന് 2 ആയിട്ടാ ബന്ധം, 2ന് 1 ആയിട്ടുള്ള ബന്ധമല്ല, 1ന് 2 ആയിട്ടാ ബന്ധം. അപ്പൊ ഇവിടെ ബിയും ഇവിടെ എയും ആണ്. കണ്ടോ, വൈ ഇവിടെയാണ് വൈ, ഇവിടെയാണ് എക്സ്. അപ്പൊ എക്സ് ബി ആണ്. അപ്പൊ ബി പറയുന്നത് 0 1 2 3 ആണ്. ഇനി 0 ആണ് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്താ 0 എങ്ങടാ പോവാ? 0 സ്ക്വയർ പ്ലസ് 1ലേക്ക് പോകും. 0 സ്ക്വയർ പ്ലസ് 1 എന്താ 1 ആണ്. അപ്പൊ 0 വിൽ ഗോ ടു 1. ഇത് 1ലേക്ക് പോകും. 1 ഉണ്ട് ഇവിടെ, എന്തൊക്കെയാണ് ഇതിലേക്കല്ലേ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്. ഓക്കെ, ഇനി 0 1ലേക്കേ പോകുള്ളൂ അല്ലേ? 1ലേക്കേ പോകുള്ളൂ. ഇനി 1 എങ്ങടാ പോവാ? 1 സ്ക്വയർ പ്ലസ് 1ലേക്ക് പോവാം. 1 സ്ക്വയർ പ്ലസ് 1 എന്താ? 1 പ്ലസ് 1 2ലേക്ക് പോകും. 1 വിൽ ഗോ ടു 2. അപ്പൊ 2 വിൽ ഗോ ടു 5. കാരണം എന്താ? 2 സ്ക്വയർ പ്ലസ് 1 ഇത് 5 ആണ്. പിന്നെ 3 സ്ക്വയർ പ്ലസ് 1 10 ആണ്. അപ്പൊ 3 വിൽ ഗോ ടു 10. അപ്പൊ ഇതാണ് റിലേഷൻഷിപ്പ്, ഇതാണ് എയറോ ഡയഗ്രാം. അപ്പൊ വി ഹാവ് റിപ്രസെന്റ് ദാറ്റ് ഇൻ ദ എയറോ ഡയഗ്രാം. അവിടെ 3 ഫ്രീ ആണ് ഓർക്കുക, 3 is free there. But this is what we call arrow diagram. അപ്പൊ നമ്മൾ എയറോ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. എയറോ ഡയഗ്രാം, the relation is from B to A കേട്ടോ, relation is from B to A. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ ചോദിക്കാം, ബിന്ന് എയിലേക്ക് റിലേഷൻ ആണ് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ബിന്ന് എയിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ടാവും? ബിയിൽ 4 ആൾക്കാരുണ്ട്, എയില് 5 ആൾക്കാരുണ്ട്. ബിന്ന് എയിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ടാവും? 2 raised to 20 റിലേഷൻസ് ഉണ്ടാവും, 2 raised to 20 റിലേഷൻസ്. ഇനി നമ്മൾ ആ റിലേഷൻ എന്താണ് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയാം. എന്താ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? ആർ ഈക്വൽ ടു എങ്ങനെ എഴുതാം? എന്താണ് 0 1, പിന്നെ 1 2, പിന്നെ 2 5, പിന്നെ 3 10. സിമ്പിൾ അല്ലേ മക്കളെ? 3 10. ഇനി വാട്ട് ഇസ് ദ ഡൊമെയിൻ ഓഫ് ദിസ് റിലേഷൻ? ഇതിന് ഫസ്റ്റ് ഉണ്ട് 0 1 1 2 2 5 3 10. അപ്പൊ ഇത് ഡൊമെയിൻ. അപ്പൊ ഈ എയറോ ഡയഗ്രാം ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ്. ഇതാണ് എ, ഇതാണ് ബി എങ്കിൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് മക്കളെ? എ പറഞ്ഞാൽ 0 1 2 3 ആണ്, 0 1 2 3 ആണ്. ബി പറഞ്ഞാൽ 1 2 3 5 10 ആണ്, 1 2 3 5 10 ആണ്. 0 will go to 1, 1 will go to 2, 2 will go to 5 and 3 will go to 10. അപ്പൊ എയറോ ഡയഗ്രാം ഇതാണ്. അപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്തു. ആർ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അല്ല, ദിസ് ഇസ് ഫ്രം ബി ടു എ, സോറി, ദിസ് ഇസ് ഫ്രം ബി ടു എ. ഇന്ന് ബിയിലേക്കല്ല, ബിന്ന് എയിലേക്കാണ്, ബിന്ന് എയിലേക്കാണ്, ബിന്ന് എയിലേക്കാണ് റിലേഷൻ. ആർ എങ്ങനെയാ റോസ്റ്റർ ഫോമിൽ എഴുതാൻ? എങ്ങനെയാ? ഇതിപ്പോ സെബിളിന്റെ ഫോമിലാണ് തന്ന് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതാണ്. റോസ്റ്റർ ഫോമിൽ എഴുതാം 0 1, പിന്നെ 1 2, പിന്നെ 2 5, പിന്നെ 3 10. ഇതാണ് റോസ്റ്റർ ഫോമിൽ എഴുതുന്നത്. അപ്പൊ വാട്ട് ഇസ് ദ ഡൊമെയിൻ? എയറോ ഡയഗ്രാം വരച്ചു, എയറോ ഡയഗ്രാം വരച്ചു. ഇനി വാട്ട് ഇസ് ദ ഡൊമെയിൻ ഓഫ് ദ റിലേഷൻ? ഡൊമെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എൻട്രീസ് മാത്രം എഴുതാം, 0 1 2 3. ഇതാണ് ഡൊമെയിൻ. വാട്ട് ഇസ് ദ റേഞ്ച് ഓഫ് ദിസ് റിലേഷൻ? ഇതിലെ സെക്കൻഡ് എൻട്രീസ് മാത്രം എഴുതാം. 3 ഒഴിവാക്കി എഴുതാന്നുള്ള നിർബന്ധമാണ്. എന്താണ്? 1 2 5 10. ഇതാണ് റേഞ്ച്. വാട്ട് ഇസ് ദ കോഡൊമെയിൻ ഓഫ് ദിസ് റിലേഷൻ? കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റ് ആണ്. രണ്ടാമത്തെ സെറ്റ് എന്താ? 1 2 3 5 10. ഡിഫോൾട്ട് ആയിട്ട് റേഞ്ച് എപ്പോഴും കോഡൊമെയിന്റെ സബ്സെറ്റ് ആയിട്ട്. ഇതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഗ്രാഫിക്കൽ റെപ്രസെന്റ്, ദിസ് ഇസ് വൈ ആക്സിസ്, എക്സ് ആക്സിസ് വരയ്ക്കുക. എന്നിട്ട് ഈ പോയിന്റ്സ് ആണ് മാർക്ക് ചെയ്യുക. അപ്പൊ ഇതാണ് ബി, ഇതാണ് ബി, ബി എന്നുള്ള സെറ്റ് ഇതാണ് എ എന്നുള്ള സെറ്റ്. ബി ക്രോസ് എയുടെ സബ്സെറ്റ് ആണ് വരിക. അപ്പം 0 1 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പൊ ദിസ് ഇസ് 0 1. 0 1 ഇവിടെ ഉണ്ടാവും 0 1, ഇതാണ് പോയിന്റ് 0 1. പിന്നെ 1 2, ദിസ് ഇസ് 1 2, ഇതാണ് പോയിന്റ്. പിന്നെ 2 5, ഇവിടെ പോയിന്റ് 2 5, 2 5, പിന്നെ 5 3 10. ഇങ്ങനെ ഉണ്ടാവും. ഏകദേശം ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ദിസ് ഇസ് എ ഗ്രാഫ്. ഏകദേശം വരച്ചാൽ മതി. അപ്പൊ ഇതില് ഈ യോജിപ്പിക്കാൻ പാടില്ല. ഇത് യോജിപ്പിക്കുന്നതിന് അർത്ഥമില്ല, കാരണം ക്ലോസ് അല്ലേ. ഇതൊരു പോയിന്റ് ആണ് 1 0 1. പിന്നെ 1 2 പറഞ്ഞ പോയിന്റ് ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്യാം. 1 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ.
യോജിപ്പിക്കാൻ പാടില്ല. 2, 5 പറഞ്ഞാൽ ഇവിടെ, പിന്നെ 3, 10 പറഞ്ഞാൽ ഇതാണ്. ദിസ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ചിലപ്പോൾ ഗ്രാഫ് പേപ്പർ വരും, അല്ലെങ്കിൽ ഗ്രാഫ് ഷീറ്റോ ആ ബുക്കിൽ തന്നെ ഗ്രാഫ് ഷീറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ മാർക്ക് ചെയ്താണ് 2, ദിസ് ഇസ് 0, 1, ദിസ് ഇസ് 2. ഇതിപ്പം ഇത് 0, 1 ആണ്. ഈ പോയിന്റ് 0, 1 ആണ്. ഈ പോയിന്റ് എന്താ, ഇതെന്തായിരിക്കും 1, 2 ആയിരിക്കും. ഇത് 2 ആണെങ്കിൽ ഈ പോയിന്റ് 1, 2 ആയിരിക്കും. ഇതെന്താ, ഇത് 2 ആണ്. ഇത് 5 ആണെങ്കിൽ ദിസ് വിൽ ബി 2, 5. ദിസ് വിൽ ബി 3 ആണെങ്കിൽ ദിസ് വിൽ ബി 3, 2. അങ്ങനെ പ്ലോട്ട് ചെയ്താൽ മതി. അപ്പൊ ദാറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ ഇതേ ചോദിക്കുള്ളൂ, റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം, ഏറോ ഡയഗ്രാം, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഡൊമെയിൻ റേഞ്ച്. റോസ്റ്റർ ഫോമിൽ തന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം ചോദിക്കും, സെറ്റ് ബിൽഡർ ഫോമിലാണെങ്കിൽ റോസ്റ്റർ ഫോം ചോദിക്കും. അത്രയും, വെരി സിമ്പിൾ. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ ഭാഗം. ആദ്യത്തെ ഭാഗം, ഈ ഭാഗത്ത് ഒരു ചോദ്യം വരും ഉറപ്പാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പം A be the set of all real numbers, first 10 natural numbers. A be the set of first 10 natural numbers. അപ്പൊ A പറയുന്ന സെറ്റ് എന്തായിരിക്കും? A പറയുന്ന ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? അപ്പൊ 1, 2, 3 എക്സെട്ര അപ് ടു 10 വരെ ഉണ്ടാവും. And R is a relation defined on A. R A ഡിഫൈൻ ചെയ്യും. അപ്പൊ A ക്രോസ് A ഡിഫൈൻ ചെയ്യും. A ക്രോസ് എത്ര ആൾക്കാരുണ്ടാവും? 10 എലിമെന്റ്സ് ആ A ഉള്ള. അപ്പൊ A ക്രോസ് A 10 into 10 100 എലിമെന്റ്സ് ഉണ്ടാവും. 100 ordered pairs ഉണ്ടാവും. And you are defining the relation R as x plus 2y is equal to 10. X plus 2y 10 ആണ്. അപ്പൊ x plus 2y 10 ആണെങ്കിൽ എന്താവും? x plus 2y യുടെ വാല്യൂ 10 ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, y യുടെ വാല്യൂ എന്താന്ന് നോക്കിക്കോളൂ. 2y യുടെ വാല്യൂ 10 minus x ആണ്. അപ്പൊ y യുടെ വാല്യൂ 10 minus x by 2 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ഒരു ഏറോ ഡയഗ്രാം കൺസിഡർ ചെയ്യാം. ഇതാണ് A, ഇതാണ് A, ഇതും A ആണ്. ദിസ് ഇസ് ഓൾസോ A. അപ്പൊ എയിൽ നിന്ന് എയിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ 1 ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? 1, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതാണ് റിലേഷൻ. അപ്പൊ എന്ന് ബിയിലേക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? 10 minus x by 2 ആണ്. അപ്പൊ 1 എങ്ങനെയാ പോവാ? 10 minus 1 by 2. 1 ആരും ഉണ്ടാവില്ല. 10 minus 1 by 2 എന്താ? 1 will go to x ന് പകരം 1 കൊടുത്താൽ 10 minus 1 by 2 9 by 2. 1 ആരും ഉണ്ടാവില്ല. ഇനി 2 കൊടുത്താൽ എന്താവും? 10 minus 2 by 2. 10 minus 2 by 2 എന്താ? 8 by 2. 8 by 2 എന്താ? 4. അപ്പൊ 1 will go to 4. ഓക്കെ, 1 ഇവിടെ കൊടുത്താൽ അല്ല 1 പോവില്ല. 2 will go to 4. 1 പോവില്ല, 2 will go to 4 അല്ലെ? 2 will go to 4. പിന്നെ 3 പോവോ? ഇല്ല, 4 പോവും. 4 ആണ് ഇവിടെ പോവാ. 10 minus 4 ആകുമ്പോൾ 6 ഉണ്ടാവും. അപ്പൊ 4 will go to 3. 5 ആവുമ്പോൾ എന്താ? പോവില്ല. 6 ആവുമ്പോൾ എന്താ നോക്കിയാ? 6 ആവുമ്പോൾ 6 will go to 2. 7 ഉണ്ടാവില്ല. 8 ആവുമ്പോൾ 8 will go to 1. ഇതാണ് ഫംഗ്ഷൻ. ഇതാണ് ഏറോ ഡയഗ്രാം. കുറച്ചുകൂടെ ഭംഗിയിൽ വരയ്ക്കുക, ബാക്കി എല്ലാം ഫ്രീ ആയിരിക്കും. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ, ഇതാണ് റിലേഷൻ. അപ്പൊ വാട്ട് ഇസ് റിലേഷൻ? ഇതാണ് ഏറോ ഡയഗ്രാം. വാട്ട് ഇസ് റിലേഷൻ? സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? R is equal to, നമുക്ക് എന്താ പറയുക, എല്ലാ ക്വസ്റ്റ്യനിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം, ഡൊമെയിൻ ഓഫ് ദ റിലേഷൻ, റേഞ്ച് ഓഫ് ദ റിലേഷൻ. പിന്നെ ഇവിടെയുള്ള ചോദ്യമാണ് വാട്ട് ഇസ് R ഇൻവേഴ്സ്, R raised to -1. അത് വളരെ വേറെ ചോദ്യമുള്ളൂ. ഇതാണ് മിക്കവാറും ചോദിക്കുക. സോ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയും, സെറ്റ് ബിൽഡർ ഫോമിൽ വന്നിട്ട് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയും. പിന്നെ എന്താണ്? റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയും. വാട്ട് ഇസ് റോസ്റ്റർ ഫോം ഹിയർ? 2. പിന്നെ ഡൊമെയിൻ എഴുതാൻ പറയും, റേഞ്ച് എഴുതാൻ പറയും. 2 will go to 4. പിന്നെ 3 ഉണ്ടാവില്ല. 4 will go to 4 എങ്ങടാ പോവാ? 4 will go to 3 അല്ലെ? 4 എങ്ങടാ പോണ? 4 will go to 3. പിന്നെ 5 will go to 5 ഉണ്ടാവില്ല. 6 will go to 6 എങ്ങടാ പോവാ? 6 1ലേക്ക് പോകും. അത്രയേ ഉള്ളൂ. ഇതാണ് റിലേഷൻ. വാട്ട് ഇസ് ദ ഡൊമെയിൻ ഓഫ് ദ റിലേഷൻ? ഇതിൽ ഡൊമെയിൻ എന്തായിരിക്കും മക്കളെ? ഫസ്റ്റ് ആൻഡ് റേസ്. ഡൊമെയിനസ് ഇത് മാത്രമേ ഉണ്ടാവും. 2 ഉണ്ടാവും, 4 ഉണ്ടാവും, 6 ഉണ്ടാവും. ആൻഡ് വാട്ട് ഇസ് ദ റേഞ്ച്? റേഞ്ച് എന്താ? സെക്കൻഡ് എൻട്രീസ് എഴുതാം. സെക്കൻഡ് എൻട്രീസ് എന്താ? 4 ഉണ്ടാവും, 3 ഉണ്ടാവും, 1 ഉണ്ടാവും.
കോഡൊമെയിൻ ഫുൾ സെറ്റ് എഴുതാം. അത് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാലും കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റ് ആണ്. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ പിന്നെന്താണ് വാട്ട് ഇസ് ആർ ഇൻവേഴ്സ്? അപ്പൊ ഡൊമെയിൻ ആയി, റേഞ്ച് ആയി, എറോ ഡയഗ്രാം ആയി, സെറ്റ് ഫോം, റോസ്റ്റർ ഫോമിൽ എഴുതലേ. പിന്നെ വാട്ട് ഇസ് ഹാഫ് ആർ ഇൻവേഴ്സ്? ആർ ഇൻവേഴ്സ് ഇത്രയേ ഉള്ളൂ. ഈ സാധനം തിരിച്ചിടാം. ആർ ഇതാണ്, ഇത് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ 4-2, 3-4 and 1-6. എളുപ്പല്ലേ മക്കളെ? ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. അപ്പൊ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇനി എന്താണെന്ന് ചോദിക്കുക, എത്ര റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും? എത്ര റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും? എ ക്രോസ് എയില് 100 ആൾക്കാരുണ്ട്, 100 ഓർഡർ പേഴ്സ് ഉണ്ടാവും. ഹൗ മെനി റിലേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ എ 2⁻100 റിലേഷൻസ്. അപ്പൊ എയില് m എലിമെന്റ്സും ബിയിൽ n എലിമെന്റ്സും ഉണ്ടെങ്കിൽ 2⁻mn റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മാക്സിമം ചോദിക്കുള്ളൂ. ഓക്കെ, റൈറ്റ്. ഇനി നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. R is 1 1 2 3 3 5 4 7 is a function. പിന്നെ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ആവുക? റിലേഷൻ എപ്പോഴാണ് ഫംഗ്ഷൻ ആവുക? റിലേഷൻ എപ്പോഴാണ് ഫംഗ്ഷൻ ആവുക? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. റിലേഷൻ ബിക്കംസ് എ ഫംഗ്ഷൻ ഇഫ് എവറി എലിമെന്റ് ഹിയർ ഗോ ടു എ യുണീക് എലിമെന്റ് ഹിയർ. അത് നിങ്ങൾ റിവൈസ് ചെയ്യണം കേട്ടോ, എന്നിട്ട് വേണം നോക്കാൻ. റിലേഷനാണ് ഫംഗ്ഷൻ ആവുക. എല്ലാ ഫംഗ്ഷനും റിലേഷൻ ആണ്, എല്ലാ റിലേഷനും ഫംഗ്ഷൻ അല്ല. റിലേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇവിടെ ആരും ഫ്രീ ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും, ഇവിടുത്തെ എല്ലാവർക്കും അവിടെ ഇമേജ് ഉണ്ടാവണം. ഒരാൾക്ക് 2 ഇമേജ് ഉണ്ടാവാൻ പാടില്ല. ഒരു റിലേഷൻ തരും, അത് ഫംഗ്ഷൻ ആണോ ചോദിക്കും. ഇസ് ഇറ്റ് എ ഫംഗ്ഷൻ ചോദിക്കും. അപ്പൊ കഴിഞ്ഞ എക്സാമ്പിളില്, ഈ എക്സാമ്പിളില് ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ ചോദിച്ചാൽ യെസ്, ഈ റിലേഷൻ ഫംഗ്ഷൻ ആണ്. ഈ റിലേഷൻ ഫംഗ്ഷൻ ആണ്, കാരണം എല്ലാവർക്കും അവിടെ ഇമേജ് ഉണ്ട്. ഇവിടെ ആർക്കും ഒന്നിലധികം ഇമേജ്, ഒരാൾക്ക് 2 ഇമേജ് ഇല്ല. ഒരു റിലേഷൻ ഫംഗ്ഷൻ ആണ്. പക്ഷെ ഈ കേസിൽ റിലേഷൻ ഫംഗ്ഷൻ ആണോ? അല്ല. കണ്ടോ, ഇവിടെ 1 9 10 ഫ്രീ ആണ്. അതുകൊണ്ട് ഈ റിലേഷൻ ഫംഗ്ഷൻ അല്ല. അപ്പോൾ എല്ലാ റിലേഷനും ഫംഗ്ഷൻ അല്ല, പക്ഷെ എല്ലാ ഫംഗ്ഷനും റിലേഷൻ ആണ്. അപ്പൊ ഇതിലൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എ ഒരു സെറ്റാണ്. അപ്പൊ ഇതിലിപ്പം എ എന്നുള്ള സെറ്റില് നോക്കൂ, ഇപ്പം എ ഒരു സെറ്റ് ആച്ചോളൂ. സപ്പോസ് എ കണ്ടെയ്ൻസ് m എലിമെന്റ്സ് ആൻഡ് ബി കണ്ടെയ്ൻസ് n എലിമെന്റ്സ്. ഇതും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. n എലിമെന്റ്സ്, നമ്പർ ഓഫ് റിലേഷൻസ് എത്രയുണ്ടാവും? Number of relations from A to B. Relations from A to B. A നിന്ന് ബിയിലേക്ക് 2⁻mn റിലേഷൻസ് ഉണ്ടാവും. ഇപ്പൊ എയില് 3 എലിമെന്റ്സും ബിയിൽ 4 എലിമെന്റ്സും ഉണ്ടെങ്കിൽ 12, 2⁻12 റിലേഷൻസ് ഉണ്ടാവും. എത്ര ഫംഗ്ഷൻസ് ഉണ്ടാവും ഇന്ന് ബിയിലേക്ക്? നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം A to B will be എന്താണ്? n⁻m ആണ്. n⁻m. ഇവിടെ എന്താണോ? ഫസ്റ്റ് എലിമെന്റ് ഹിയർ can catch any of the element in n ways. n⁻m. number of elements in B raised to number of elements in A ആണ്. അപ്പൊ അതുകൊണ്ട് 2⁻mn n⁻b കുറച്ചാൽ you get number of relations which are not functions. അപ്പൊ അങ്ങനെയും ചിലപ്പോൾ ചോദിച്ചുവിടാന്നില്ല. എയില് 3 എലിമെന്റ്സ് ഉണ്ട്, ഇതിൽ 3 എലിമെന്റ്സ് ഉണ്ട്, ഇതിൽ 4 എലിമെന്റ്സ് ഉണ്ട്. എത്ര റിലേഷൻസ് ഉണ്ടാവും? 2⁻12 റിലേഷൻസ് ഉണ്ടാവും. എത്ര ഫംഗ്ഷൻസ് ഉണ്ടാവും? 4³ 64 റിലേഷൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ എത്ര റിലേഷൻസ് ഉണ്ടാവാം, എത്ര ഫംഗ്ഷൻസ് ഉണ്ടാവാം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്ത g(x) is alpha x plus beta in the value of alpha and beta. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ഇപ്പൊ ഇതാണ് എറോ ഡയഗ്രം. നോക്കൂ, 1 2 3 4 ഇതാണ്. ഇതൊന്നും ഇങ്ങോട്ടൊക്കെ ഡിഫൈൻ ചെയ്യണം. 1 is going to 1, 2 is going to 3, 3 is going to 5, 4 is going to 7. g(x) ഇതിനെ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ഡിസ്ക്രൈബ്ഡ് ബൈ g(x) equals alpha x plus beta. g(x) എന്താ? ഇത് g ആണെങ്കിൽ 1ന്റെ ഇമേജ് ആണ് 1, 2ന്റെ ഇമേജ് ആണ് 3, 3ന്റെ ഇമേജ് ആണ് 5, 4ന്റെ ഇമേജ് ആണ് 7. എന്ന് വെച്ചാൽ g(1) ആണ് 1, g(2) ആണ്. അതായത് ജിയുടെ ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്, ജിയുടെ ഇൻപുട്ട് 2 ആണെങ്കിൽ ഔട്ട്പുട്ട് 3 ആണ്. അപ്പൊ g(2) 3 ആണ്. അങ്ങനെ കുറെ ഉണ്ട്, 2 മാത്രം എടുത്താൽ മതി, കാരണം 2 അൺനോൺസേ ഉള്ളൂ. അപ്പൊ g(x)ന്റെ വാല്യൂ എന്താ തന്നിട്ടുള്ളത്? g(x)ന്റെ വാല്യൂ ആൽഫ എക്സ് പ്ലസ് ബീറ്റ ആണ്. അപ്പൊ നമുക്ക് എന്താ? g(1) 1 ആണല്ലോ, ഇവിടെ 1 കൊടുക്കുക, എക്സിന് പകരം 1 കൊടുത്താൽ ആൽഫ പ്ലസ് ബീറ്റ വരും. അപ്പൊ എന്ത് കിട്ടും? ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1. എക്സിന് പകരം 1 കൊടുത്താൽ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു g(1). g(1)ന്റെ വാല്യൂ 1 ആണ്. ഇനി 2 കൊടുത്താലോ? 2 ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 3 ആണ്. ഇതിന്റെ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ സോൾവ് ചെയ്യാം.
അത് നല്ല ഐഡിയ ആണ്. ആൽഫയുടെ ബീറ്റയുടെ വാല്യൂ സോൾവ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? സബ്ട്രാക്ട് ചെയ്താൽ ആൽഫ ഇസ് ഈക്വൽ ടു 2 ആൽഫ മൈനസ് ആൽഫ ആൽഫയില് 3 മൈനസ് 1 2 ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ 2 ആണ്. ഈ ആൽഫ ഈക്വൽ ടു 2 ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബീറ്റയുടെ വാല്യൂ എന്താ? ബീറ്റ ഇസ് ഈക്വൽ ടു എന്താ? 1 മൈനസ് 2. ബീറ്റയുടെ വാല്യൂ എന്താ? -1. ആൽഫ ഈക്വൽസ് ടു ബീറ്റ ഈക്വൽസ് -1. ആൽഫ ഈക്വൽസ് ടു ബീറ്റ ഈക്വൽ ടു -1. ബട്ട് ദിസ് ഇസ് ആൻസർ. ഡി ഇസ് ആൻസർ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ ആൽഫ 1 ബീറ്റ മൈനസ്. നമുക്ക് ഗ്രാഫ്സ് നോക്കാം. ഗ്രാഫ്സ് കുറച്ച് ഗ്രാഫ്സേ പഠിക്കാനുണ്ടോ. ആ ഗ്രാഫ്സ് ചിലപ്പോൾ ചോദിക്കും വിച്ച് ആർ ദ ഫോളോയിങ് ഇൻ ദ ഗ്രാഫ് ഓഫ് ദാറ്റ് ചോദിക്കും. അപ്പൊ ഇത് വളരെ ഫേമസ് ഗ്രാഫാണ്. വി കോൾ ഇറ്റ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ്. ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താ? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, NCERT ബുക്കിലുണ്ട്. ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. എന്താണ്? എഫ് ഓഫ് 1 1 ആയിരിക്കും, എഫ് ഓഫ് 2 2 ആയിരിക്കും, എഫ് ഓഫ് 3 3 ആയിരിക്കും. എന്താണോ ഇൻപുട്ട് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട്. അതിനാണ് നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയും. അടുത്തത് മോഡുലസ് ഫംഗ്ഷൻ. വി കോൾ ദിസ് ആസ് മോഡുലസ് ഫംഗ്ഷൻ. ഇതിനാണ് നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയും. മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് മോഡ് എക്സ്. എഫ് ഓഫ് മോഡ് എക്സ് വി ഷേപ്പ് ഗ്രാഫ് ആയിരിക്കും. വി എക്സ് 0. ഇത് ഓർക്കാം, വി ഷേപ്പ് ഗ്രാഫ് ആയിരിക്കും. എങ്ങനെയാ വരയ്ക്കുന്നത് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ തൽക്കാലം എഫ് ഓഫ് എക്സ് മോഡ് എക്സ് ഗ്രാഫ് ഇതാണ് മനസ്സിലാക്കുക. ഡൊമൈൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ആക്ച്വലി ഡൊമൈൻ എന്താ അറിയോ? സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ആണ് ഡൊമൈൻ. അപ്പൊ എഫ് ഓഫ് എക്സ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് ഇവിടുന്ന് ഇങ്ങടെയുള്ളൂ കേട്ടോ, ഇവിടുന്ന് ഇങ്ങടെയുള്ളൂ. അവിടെ ക്ലോസ് 0 to infinity. ഇതാണ് റേഞ്ച്. ഓക്കെ, റേഞ്ച് ഇസ് ക്ലോസ് 0 ഇൻഫിനിറ്റി. ഇതാണ് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. പാരബോളയാണ്. ഗ്രാഫ് ഇസ് എ പാരബോള. ഇതിന്റെ ഡൊമൈൻ എന്താ? ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. റേഞ്ച് റേഞ്ചസ് കണ്ടോ, റേഞ്ച് ഇവിടുന്ന് വിടലേലോ ക്ലോസ് 0 ഇൻഫിനിറ്റി ആണ്. റേഞ്ചസ് ക്ലോസ് 0 ഇൻഫിനിറ്റി ആണ്. പിന്നെ പറയുന്ന ഗ്രാഫാണ് ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് ക്യൂബ്. ഇതാണ് ഗ്രാഫ്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് ക്യൂബിന്റെ ഗ്രാഫാണ്. ഇതൊക്കെ NCERT ബുക്കുകളുടെ ഒന്ന് ഓടിച്ച് നോക്കി പാടാം. എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് ക്യൂബ്. ഇത് ഗ്രാഫ് വരയ്ക്കുന്ന സ്റ്റൈലൊക്കെ ആവണം. എക്സ് 0 ആകുമ്പോൾ 0. ഇത് y ഈക്വൽസ് എക്സ് ക്യൂബ് ആയിട്ട് വിചാരിക്കുക. എന്നിട്ട് ഒരു പെട്ടി ഉണ്ടാക്കുക. എക്സ് 0 ആകുമ്പോൾ 0, എക്സ് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1, എക്സ് 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ 8. അങ്ങനെ കുറെ പ്ലോട്ട് ചെയ്യുക, യോജിപ്പിക്കാം. യോജിപ്പിക്കുന്ന വേണ്ട ജസ്റ്റ് ഇങ്ങനെ വരച്ചാലും മതി. എഫ് ഓഫ് എക്സ് ക്യൂബ്. ഇതിന്റെ ഡൊമൈൻ എന്താ മക്കളെ? ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് എന്താ? റേഞ്ചും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അതാണ് ഓർക്കേണ്ടത്. റേഞ്ചും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. മൊത്തത്തില് ഫുൾ ഉണ്ട്, താഴേക്ക് മുകളിലേക്കും ഉണ്ട്. അവിടെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അടുത്ത ഗ്രാഫാണ് സിഗ്നം ഫംഗ്ഷൻ. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ്, സിഗ്നം ഫംഗ്ഷന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് 1 if x is positive, greater than 0 ആണ്. is equal to 0 when x is equal to 0, and if x is negative it is -1. ഇതാണ് ഫംഗ്ഷന്റെ ഗ്രാഫ്. 1 ഇത് 1 ആണ്. പോസിറ്റീവ് ആകുമ്പോൾ 1, നെഗറ്റീവ് ആകുമ്പോൾ -1, 0 ആകുമ്പോൾ 0. ഇവിടെ രണ്ട് സ്ഥലത്ത് പൊള്ള വേണം, ഇവിടെ ഈ സ്ഥലത്ത് ഉണ്ട വേണം. അപ്പൊ ഇവിടെ വാട്ട് ഇസ് എഫ് ഓഫ് 10 ചോദിച്ചാൽ 1 ആണ്. വാട്ട് ഇസ് എഫ് ഓഫ് 100 ചോദിച്ചാൽ 1 ആണ്. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. f of x is signum function. Signum function. Signum function. What is the value of f of 10 plus f of 0? ചോദിച്ചാൽ എന്താ ആൻസർ? f of 10 value 1 ആണ്, f of 0 value 0 ആണ്. ആൻസർ ഇസ് 1. അങ്ങനെയൊക്കെ ചോദിച്ചോളാന്നില്ല. ഓക്കെ, അതുപോലെ എഫ് ഓഫ് എല്ലാ നെഗറ്റീവ് ആണെങ്കിലും എല്ലാ നെഗറ്റീവ് ഇൻപുട്സിന്റെ ഔട്ട്പുട്ട് -1 ആണ്. എല്ലാ പോസിറ്റീവ് ഇൻപുട്സിന്റെ ഔട്ട്പുട്ട് 1 ആണ്. 0 ആണെങ്കിൽ 1 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡൊമൈൻ എന്താ? ഡൊമൈൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്താ? അതിന്റെ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ ആകെ 3 സ്ഥലത്തേക്ക് അതിന്റെ വാല്യൂ ഉള്ളൂ. 0 ആവാം, 1 ആവാം, -1 ആവാം. ദിസ് ഇസ് ദ റേഞ്ച്. അല്ല, സെറ്റ് -1, 0, 1. Only 3 elements in the range. Okay. പിന്നെയുള്ളതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽസ് ബോക്സ് എക്സ്. ബോക്സ് എക്സ്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇതൊരു ഗ്രാഫിക് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. അതായത് ബോക്സ് ഓഫ് 3.4 വന്ന 3 ആണ്. ബോക്സ് ഓഫ് -3.4 വന്ന -4 ആണ്. 3.14ന്റെ
ഇടത്ത് ഭാഗത്ത് ആദ്യം കം അക്രോസ് ചെയ്യുന്ന ഇന്റിജർ അതാണ് ബോക്സ് ഫംഗ്ഷൻ. അപ്പം -3.4 ആണെങ്കിൽ -4. യു ഷുഡ് നോട്ട് ടേക്ക് ദ ഇന്റിജർ പാർട്ട് ഇഫ് ഇറ്റ് ഇസ് നെഗറ്റീവ്. അത് ഓർക്കാം. ഗ്രാഫ് ഇങ്ങനെയാണ്. ഇവിടെ ഉണ്ടയാവണം, ഇവിടെ പൊള്ളയാവണം, നിർബന്ധമാണ്. സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നും പേര് കൂടി ഉണ്ടാകും. അപ്പൊ ഇതിന്റെ ഡൊമെയിൻ എന്താ? ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. വാട്ട് ദ range of this function? It is set of all integers. ഔട്ട്പുട്ട് എപ്പോഴും ഇന്റിജർ ആയിരിക്കും. ബോക്സ് ഫംഗ്ഷന്റെ വി കോൾ ദിസ് ആസ് ബോക്സ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, GIF എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ f(x) mod x plus 2. രണ്ട് ക്വസ്റ്റ്യൻസാ ചോദിക്കാം. f(x) mod x plus 2 ഗ്രാഫ് വരയ്ക്കാൻ പറയും. എന്തൊക്കെയാ ചോദിക്കാൻ? രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന് ഗ്രാഫ് വരയ്ക്കാൻ പറയും, പിന്നെ രണ്ടാമത് അതിന്റെ ഡൊമെയിൻ എന്താ ചോദിക്കും, മൂന്നാമത് അതിന്റെ റേഞ്ച് എന്താ ചോദിക്കും. 3 ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. ആദ്യം ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കുക എന്താ? നിങ്ങൾ ഏറ്റവും നല്ല പരിപാടി ഇങ്ങനെ ഒരു കള്ളി വരയ്ക്കുകയാണ്. ഇതാണ് സൗകര്യം. ഇവിടെ x വരയ്ക്കുക, ഇവിടെ y എഴുതാം. ഇത് y ആയിട്ട് എടുക്കാം. y is equal to mod x plus 1 plus 2 എന്ന് വിചാരിക്കാം. അപ്പൊ x 0 ആവാം, x 1 ആവാം, x 2 ആവാം, x -1 ആവാം, x -2 ആവാം. ഇത് മതി. അപ്പൊ x 0 ആകുമ്പോൾ y യുടെ വാല്യൂ 2 ആണ്, x 1 ആകുമ്പോൾ y യുടെ വാല്യൂ 3 ആണ്, x 2 ആകുമ്പോൾ y യുടെ വാല്യൂ 4 ആണ്, x -1 ആകുമ്പോൾ y യുടെ വാല്യൂ 3 ആണ്, x 2 ന്റെ വാല്യൂ 4 ആണ്. മതി. ഈ y ആക്സിസ് x വരയ്ക്കുക, x ആക്സിസ് വരയ്ക്കുക. എന്നിട്ട് 0 ആവുമ്പോൾ 2 ആണ് കണ്ടോ. 0 ആവുമ്പോൾ 1 2 ഇവിടെയാണ് 2 ആണ്. 1 ആവുമ്പോൾ 3 ആണ്. ദിസ് ഇസ് 1 ആവുമ്പോൾ 3 ആണ്. 2 ആവുമ്പോൾ 4 ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഗ്രാഫ്. അതേപോലെ ഇപ്പുറത്തെ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക. ദിസ് ഇസ് -1, ദിസ് ഇസ് -2. What is a V shape graph? Again V at 0. പക്ഷെ ഒന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു കണ്ടോ. 2 യൂണിറ്റ്സ് ഷിഫ്റ്റ് ചെയ്യുന്നു മുകളിലേക്ക്. അപ്പൊ വാട്ട് ഇസ് ദ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ? ഇപ്പൊ ഗ്രാഫ് വരച്ചു. The domain of this function, domain is set of all real numbers. കാരണം എല്ലാ റിയൽ നമ്പേഴ്സും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. Any x function is defined. What is the range of this function? ഇവിടെ നിങ്ങളുടെ f(x) വാല്യൂസ് ഉണ്ടാവുള്ളൂ. അപ്പൊ it is closed to infinity. അപ്പൊ ഇതിപ്പോ mod x plus 1 ആണെങ്കിൽ 1 എന്നായിരിക്കും, 1 ഉണ്ടാവും. mod x plus 3 ആണെങ്കിൽ 3 എന്നാണ് ഉണ്ടാവുക. അപ്പൊ എപ്പോഴും ഗ്രാഫ് നോക്കിയിട്ട് ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ? It is a projection of the graph on y-axis and the range. Projection of graph on x-axis and the domain. അപ്പൊ ഇവിടെ നിന്നിട്ട് മാത്രമേ ഉള്ളൂ റേഞ്ച്. അപ്പം 2 ഉണ്ട്. റേഞ്ച് വന്നാറില്ലേ? റേഞ്ച് ഓഫ് എ മിസൈൽ. അപ്പൊ അവിടെ ഇവിടെ നമ്മുടെ y വാല്യൂ എടുക്കുള്ളൂ. 2 കഴിഞ്ഞിട്ടേ y വാല്യൂ എടുക്കുള്ളൂ. അതുകൊണ്ട് റേഞ്ചസ് y 2, infinity. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഇതാ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ പറയാ? x² plus 3. നമുക്ക് x² ഗ്രാഫ് ഇതാണ് x². ഇതാണ് x² ഗ്രാഫ്. x² plus 3 ഗ്രാഫ് എന്തായിരിക്കും? ഒന്നുകിൽ നിങ്ങൾക്ക് ആ പെട്ടി വരച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ x² plus 3 1 2 3 ആണെങ്കിൽ 3 പാരബോള. ഇങ്ങനെ ദിസ് ഇസ് എ പാരബോള. അപ്പൊ ഗ്രാഫ് എങ്ങനെയാ വരയ്ക്കാം? യു ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ഇങ്ങനെ വേണമെങ്കിൽ ഗ്രാഫ് വരച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇത് x, ഇത് y വിചാരിക്കാം. എന്നിട്ട് x 0 ആകുമ്പോൾ എന്താ നോക്കാം? x 0 ആകുമ്പോൾ 3y, x 1 ആകുമ്പോൾ y യുടെ വാല്യൂ 4, x -1, x 2 ആകുമ്പോൾ y യുടെ വാല്യൂ 4 3 7, x -1 ആകുമ്പോഴും 4, x -2 ആകുമ്പോഴും 7. അപ്പോൾ കുറെ പോയിന്റ്സ് കിട്ടും. That's all. That's a graph. പാരബോളയാണ്. കാരണം x² ആണ് 3 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ വാട്ട് ഇസ് ദ ഡൊമെയിൻ? ഡൊമെയിൻ എന്തായിരിക്കും മക്കളെ? ഡൊമെയിൻ എന്തായിരിക്കും? ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. വാട്ട് ദ റേഞ്ച്? റേഞ്ച് ഇസ് ക്ലോസ്ഡ്. ഇത് 3 ആണ്. അപ്പൊ 3 ഇൻഫിനിറ്റി. ദാറ്റ്സ് എ റേഞ്ച്. ഓക്കെ, അപ്പം 3 ഇൻഫിനിറ്റി ആയിരിക്കും റേഞ്ച്. അപ്പം x² plus 4 ആണെങ്കിൽ 4 ഇൻഫിനിറ്റി ആയിരിക്കും. x² plus 5 ആണെങ്കിൽ 5 ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ്. അപ്പൊ ഇതിന് ചോദിക്കുമ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ പറയും, ഡൊമെയിൻ എന്താ ചോദിക്കും, റേഞ്ച് എന്താ ചോദിക്കും. അത്രയും. mod x plus 3 എങ്ങനെയാണ് വരയ്ക്കുക? mod x plus 3 ഇത് നമുക്കൊരു ചിത്രം വരച്ചാൽ മതി. ഇങ്ങനെയാ y ആക്സിസ് x ആക്സിസ് വരയ്ക്കുക. ഇത് x ആണ്, ഇത് y ആണ്. എന്നിട്ട് x 0 ആകുമ്പോൾ എന്താ നോക്കുക? x 0 ആകുമ്പോൾ y യുടെ വാല്യൂ 3 ആണ്. x 2 ആകുമ്പോൾ എന്താ വാല്യൂ? 2 ആകുമ്പോൾ 5 ആണ്. x 1 ആകുമ്പോൾ 4 ആണ്. x -1 ആകുമ്പോൾ 2 ആണ് അല്ലെ? -1 ആകുമ്പോൾ 2 ആണ്. x -2 ആകുമ്പോൾ 1 ആണ്. x -3 ആകുമ്പോൾ 0 ആണ്. അപ്പം ഇതെല്ലാ പോയിന്റും വരയ്ക്കുന്നില്ല.
ഞാൻ ഇങ്ങനെ വരയ്ക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഈ സംഭവം ഇത്രയേ ഉള്ളൂ. x+3 ആണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കൂ, x-3 ആകുമ്പോൾ 0 ആണ്. നോക്കൂ, ദിസ് ഇസ് -1, ദിസ് ഇസ് -2, ദിസ് ഇസ് -2. അപ്പൊ ഇവിടെ പോയിന്റ് 0 ആണ്. -2 ആകുമ്പോൾ 1 ആണ്, -1 ആകുമ്പോൾ 2 ആണ്, 0 ആകുമ്പോൾ 3 ആണ്. ഗ്രാഫ് ഇങ്ങനെയാണ്. ഗ്രാഫ് വിൽ ബി V-shaped graph, V at -3. അപ്പൊ x+3 ആണെങ്കിൽ 3-3യിലായിരിക്കും V, x+3 x-3 ആണെങ്കിലോ 3യിലായിരിക്കും V. അത്രയേ ഉള്ളൂ വ്യത്യാസം. You draw the graph like this. What is the domain of this function? Domain is set of all real numbers, and range is, what is the range? ഇവിടുന്ന് വിടയല്ലോ range ആകുമ്പോൾ ഇവിടുന്ന് വിടും. പോസിറ്റീവ് 0, 0, close 0, infinity is the range. ഓക്കെ, അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗ്രാഫ് വരയ്ക്കാൻ പറയും, ഡൊമെയിൻ ചോദിക്കും, റേഞ്ച് ചോദിക്കും. ഓക്കെ, x3+1, x3+1 ഗ്രാഫ് ഇങ്ങനെയാണ്. x3ന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. x3+1 ഒരു യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. The graph will be more or less like this. This is the graph. വേണമെങ്കിൽ ആ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? You can draw the wave like this. ഇങ്ങനെ വരയ്ക്കാം. x എഴുതാം, y എഴുതാം. x0 ആകുമ്പോൾ y 1 ആണ്, x1 ആകുമ്പോൾ y യുടെ വാല്യൂ 2 ആണ്, x-1 ആകുമ്പോൾ y യുടെ വാല്യൂ 0 ആണ്, and so on. അപ്പോൾ -1 ആകുമ്പോൾ 0 ആകുമ്പോൾ വാല്യൂ വരും, ഇവിടെ അല്ലേ വരിക, ഇവിടെ പോയിന്റ് വരും, ഇവിടെ പോയിന്റ് വരും, ഇവിടെ പോയിന്റ് വരും, യോജിപ്പിക്കാം. Okay, x3, 1 unit shift ചെയ്യാം മുകളിലേക്ക്. What is the domain of this function? Set of odd real numbers. What is the range of this function? Set of odd real numbers. ഡൊമെയിനും റേഞ്ചും കാരണം ഫുൾ ഉണ്ടല്ലോ, ഫുൾ താഴേക്ക് മുകളിലേക്ക് സ്പാൻ ചെയ്യുന്നുണ്ട്. ഡൊമെയിൻ സെറ്റ് ഓഫ് ഓഡ് റിയൽ നമ്പേഴ്സ്, റേഞ്ച് ഇസ് ഓൾസോ സെറ്റ് ഓഫ് ഓഡ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, -mod x+4. ഈ -mod x+4 ആകുമ്പോൾ നോക്കൂ, ഇതാണ് mod x, ഇതാണ് mod x, ഇതാണ് -mod x, ഇതാണ് -mod x. അപ്പൊ -mod x+4 എന്ന 4 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇതാണ് y ആക്സിസ് എങ്കിൽ ഈ താഴേക്ക് തല കുത്തനെയുള്ള ഗ്രാഫ്, ഇത് mod x ആണെങ്കിൽ താഴേക്കാണ് -mod x ഉണ്ടാവുക. +4 ഉണ്ട്, 1, 2, 3, 4. 1, 2, 3, 4 ഇവിടെയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, ഇവിടെയാണ് ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഗ്രാഫ്. തല കീഴായിട്ട് ഈ സാധനം 4 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതിന്റെ മിനിയേച്ചർ ഗ്രാഫ് mod x ആണ്. mod x മറിച്ചിട്ടാ -mod x ആവും. വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പെട്ടി ഉണ്ടാക്കാം, എന്നിട്ട് x എഴുതുക, y എഴുതുക. ഇത് y ആണ്, ഇത് y എഴുതുക. എക്സിന് പകരം 0 ആകുമ്പോൾ y യുടെ വാല്യൂ 4 ആണ്, എക്സിന് പകരം 1 ആണെങ്കിൽ y യുടെ വാല്യൂ 3 ആണ്, x -1 ആകുമ്പോൾ y യുടെ വാല്യൂ 3 ആണ്, ആൻഡ് സോ ഓൺ. കുറെ പോയിന്റ്സ് മാർക്ക് ചെയ്യുക, ജസ്റ്റ് പ്ലോട്ട് ഇറ്റ്. So what is the domain of this function? Domain is set of all real numbers, and range, what is the range of this function? കണ്ടോ, ഇവിടുന്ന് താഴേക്കാണ്, ഇത് 4 ആണ്. അപ്പൊ 4ന്റെ താഴേക്കാണ്, താഴേക്ക് പറഞ്ഞാൽ താഴെ വരെ പോകും. ആൻസർ വിൽ ബി -infinity to 4, 4 closed. മനസ്സിലായോ? റേഞ്ച് ഇസ് എ പ്രൊജക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓൺ y ആക്സിസ്. എളുപ്പമല്ലേ മക്കളെ? Find the domain of the rational function f of x equals 2x minus 1 by 1 minus x. എന്താ ഡൊമെയിന്റെ കൺസെപ്റ്റ്? Domain is a set of all values of x for which f of x is defined. അപ്പൊ ഇവിടെ f of x ഡിഫൈൻഡ് ആവാത്ത ഒറ്റ സന്ദർഭമേ 1 minus x 0 ആവുന്ന സമയത്ത്. അപ്പൊ f of x is not defined, f of x is not defined when 1 plus x is equal to 0. x 1 ആവുമ്പോൾ. അപ്പൊ what is the domain? For domain is set of all real numbers excluding 1. അപ്പൊ x 1 ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. അപ്പൊ 1 ഒഴിവാക്കിയാൽ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ്. അപ്പൊ ദാറ്റ് ഇസ് ദ ഡൊമെയിൻ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സ്ക്ലൂഡിംഗ് 1. റിയൽ നമ്പേഴ്സ് 1 ഒഴിവാക്കാം. ഓക്കെ, റൈറ്റ്. അതുപോലെ what is the domain of this function? കണ്ടോ, താഴെ x square minus 5x plus 6 ആണ്. അപ്പൊ x square minus 5x plus 6 0 ആവുന്ന സ്ഥലം അത് ഒഴിവാക്കണം. ഇവിടെ x minus 2 into x minus 3 0 ആണ്. അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ആക്കി ചെയ്യാം. -b plus or minus root of b square minus 4 ചെയ്താൽ x-ന്റെ വാല്യൂ 2 കിട്ടും, x-ന്റെ വാല്യൂ 3 കിട്ടും. അപ്പൊ x 2 ആവുമ്പോഴും x 3 ആവുമ്പോഴും ഈ താഴെ 0 ആവും. താഴെ 0 ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. അപ്പൊ വാട്ട് ഇസ് ദ ഡൊമെയിൻ? എന്തായിരിക്കും ഡൊമെയിൻ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സ്ക്ലൂഡിംഗ് 2 and 3. 2ഉം 3ഉം ഒഴിവാക്കാം. കാരണം 2 ആയാലും 3 ആയാലും താഴെ 0 ആവും. താഴെ 0 ആയാൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. എളുപ്പമല്ലേ ആലോചിക്കാൻ?
Find the domain and range of the function. Root of 4 minus x square. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണമെങ്കിൽ 4 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എന്ന് വെച്ചാൽ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്താവണം? ലെസ് ദാൻ ഈക്വൽ ടു 0 ആണ്. എന്ന് വെച്ചാൽ എക്സ് മൈനസ് 2ന്റെയും 2ന്റെയും ഇടയിലാവണം. അപ്പോൾ വാട്ട് ദ ഡൊമെയിൻ? ഡൊമെയിൻ ഇസ് ക്ലോസ് ഇന്റർവെൽ മൈനസ് 2 2. ഇതാണ് ഡൊമെയിൻ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഓൺലി വെൻ എക്സ് ഇസ് ലൈങ് ബിറ്റ്വീൻ. എന്തുകൊണ്ടാണ് പോസിറ്റീവ് ആണ് പറയുന്നത്? 4 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ് പറയുന്നത്. 4 മൈനസ് എക്സ് സ്ക്വയർ 0ത്തേക്കാൾ താഴ്ന്നാൽ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരും. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നാൽ കോംപ്ലക്സ് നമ്പർ വരും, നോട്ട് എ റിയൽ നമ്പർ. f of x is a real number only when f of 4 minus x square is greater than equal to 0. Okay. അപ്പോൾ അതുകൊണ്ട് -2 2ന്റെ ഇടയിലാവുമ്പോൾ മാത്രമേ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവും. അതാണ് ഡൊമെയിൻ. ഇപ്പൊ ഡൊമെയിൻ കിട്ടി. ഇപ്പൊ ഡൊമെയിൻ ഇസ് ദിസ്. ഡൊമെയിൻ ഇസ് ദിസ്. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? റേഞ്ച്. റേഞ്ച് കാണാൻ ഉള്ളൊരു പരിപാടി എന്താ വെച്ചാൽ, ഹൗ ടു ഫൈൻഡ് ദ റേഞ്ച്. റേഞ്ച് എങ്ങനെ കാണാം? 4 മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയറിനെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. y പോസിറ്റീവ് ആവും. അത് നിർബന്ധമായിട്ട് ഓർക്കണം. y is always greater than equal to 0. എന്താ റേഞ്ചിന്റെ അർത്ഥവാക്യം? സെറ്റ് ഓഫ് ഓൾ. റേഞ്ച് ഇസ് ആക്ച്വലി, വാട്ട് ഇസ് റേഞ്ച്? റേഞ്ച് ഇസ് ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് x for which f of x is defined. Range is the set of all values of y. Set of all values of y for which x is defined. X is defined. X is defined out. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 4 ഇത് സ്ക്വയർ ചെയ്യാൻ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ 4 മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആവും. ഓർ എക്സ് സ്ക്വയർ എന്താവും? 4 മൈനസ് വൈ സ്ക്വയർ ആവും. ഓർ എക്സ് എന്താവും? റൂട്ട് ഓഫ് 4 മൈനസ് വൈ സ്ക്വയർ ആവും. അല്ലേ? എക്സ് പ്ലസ് ഓർ മൈനസ് എക്സ് പ്ലസ് ഓർ മൈനസ്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താവാം? എക്സ് ഡിഫൈൻഡ് ആവുന്ന -4ന്റെയും 4ന്റെയും ഇടയിലാണ്. എക്സ് ഇസ് ഡിഫൈൻഡ്. X is defined when y belongs to closed interval -2 2 ആണ്. പക്ഷെ y എന്താ? ഓൾറെഡി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ y ഗ്രേറ്റർ ദാൻ 0, since y is always greater than equal to 0, y can lie only in this interval. പോസിറ്റീവ് ആണല്ലോ. what is the range? Closed 0, 2 ആണ്. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. -2 2 പറയാൻ തോന്നും, പക്ഷെ -2 2 അല്ല. റേഞ്ചസ് 0 2 ആണ്. ഇവിടെ ഡൊമെയിൻ -2 2 ആണ്. റേഞ്ചസ് 0 2 ആണ്. കാരണം y cannot be negative. റൈറ്റ്? അപ്പോൾ ഇത് പഠിക്കണേ. ഇതിപ്പോ 4 മൈനസ് എക്സ് സ്ക്വയറിന് പകരം 9 മൈനസ് എക്സ് സ്ക്വയർ ആവാം, അല്ലെങ്കിൽ 25 മൈനസ് എക്സ് സ്ക്വയർ ആവാം, എക്സെട്ര. 1 മൈനസ് എക്സ് സ്ക്വയർ ആവാം, എക്സെട്ര. അത് ക്വസ്റ്റ്യൻ മാത്രം മാറാം. ഇനി f of x mod x പ്ലസ് ബോക്സ് എക്സ്. ബോക്സ് എക്സ് പറഞ്ഞാൽ GAF ആണ്. ഇത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ്. ഇത് മോഡ്ലെസ് ഫംഗ്ഷൻ ആണ്, മോഡ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് f of -3/2 പ്ലസ് f of 3/2? എന്താ നമ്മൾ ചെയ്യാം? f of -3/2ന്റെ വാല്യൂ എന്താ? ഇവിടെ കൊടുക്കാം. മോഡ്ലെസ് ഓഫ് -3/2 പ്ലസ് ബോക്സ് ഓഫ് -3/2 അല്ലെ? മോഡ്ലെസ് ഓഫ് -3/2 പറഞ്ഞാൽ 3/2 പ്ലസ് ബോക്സ് ഓഫ് -3/2 പറഞ്ഞാൽ മൈനസ് ഓഫ് 1.5 ആണ്. -1.5ന്റെ ഇപ്പുറത്തുള്ള ആദ്യത്തെ ഇൻഡിജർ ഏതാ? -2 ആണ്. 3/2 പ്ലസ് -1/2 എത്രയാ? -1/2 ആണല്ലേ? ഇറ്റ് ഈസ് -1/2. അവിടെ വെക്കാം. ഇനി വാട്ട് ഇസ് f of 3/2? f of 3/2 എന്താ? മോഡ്ലെസ് 3/2 പ്ലസ് ബോക്സ് ഓഫ് 3/2. മോഡ്ലെസ് 3/2 എന്താ? 3/2 തന്നെയാണ്. ബോക്സ് ഓഫ് 3/2 എന്താ? 1 ആണ് അല്ലെ? 1.5ന്റെ ബോക്സ് വാല്യൂ എന്താ? 1 ആണ്. 1 പ്ലസ് 3/2 എന്താ? 5/2 ആണ്. ഇതിന്റെ വാല്യൂ 5/2. What is f of -3/2 plus f of 3/2? It will be -1/2 plus 5/2. 2 LC എടുക്കുക. It is -1 plus 5. It is 4/2. It is 2. The answer is 2 is answer. ഇങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ വരാം. ഈ നമ്പർ മാറാം. mod x plus box x ആവാം, അല്ലെങ്കിൽ mod x minus mod box x ആവാം, അല്ലെങ്കിൽ 2 mod x plus 3 box x ആവാം. ബോക്സ് എക്സും മോഡും തമ്മിൽ ഉള്ള ബന്ധത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നുവിടാവുന്നില്ല. ഓക്കെ. അപ്പൊ ഇത് മാറാട്ടോ. മോഡ് എക്സിന് പകരം വേറെ എന്തെങ്കിലും ആവാം. 2 mod x ആവാം, അല്ലെങ്കിൽ മോഡ് ഓഫ് 2x ആവാം, മൈനസ് മോഡ് എക്സ് ആവാം, ഇത് മോഡ് ഓഫ് -x ആവാം. ഒക്കെ ശ്രദ്ധിക്കാം. അതൊക്കെ ഈ ടൈപ്പിലുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ. പിന്നെ
A has 3 elements and B has 2 elements. Number of functions from B to A. ഇത് സാധാരണ രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. A എന്നുള്ള സെറ്റില് 3 എലിമെന്റ്സ് ഉണ്ട്, B എന്നുള്ള സെറ്റില് എന്താണ് 2 എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ B ന്ന് Aയിലേക്ക് എത്ര ഫങ്ഷൻസ് ഉണ്ട് എന്നാ ചോദ്യം. അപ്പം B ന്ന് Aയിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ട്? B ന്ന് Aയിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ട്? 3 to 6. അപ്പം നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം B to A എന്താ എത്രയാ? Relations from B to A is 2 raised to 6. Number of functions from B to A എത്രയാ? Functions from B to A. B ന്ന് Aയിലേക്ക് എത്ര ഫങ്ഷൻസ് ഉണ്ട്? ഇവിടെ 3 ആൾക്കാരേ ഉള്ളൂ, ഇവിടെ 2 ആൾക്കാരാണ്. അപ്പം ഫസ്റ്റ് എലിമെന്റ് can catch any of the element in 3 ways. അപ്പൊ 3 3 ഉണ്ടാവും. അപ്പൊ 3 സ്ക്വയർ 9 ഫങ്ഷൻസ് ഉണ്ടാവും. B ന്ന് Aയിലേക്ക് എത്ര ഫങ്ഷൻസ് ഉണ്ടാവും? B ന്ന് Aയിലേക്ക് first element here can catch any of the element here in 3 ways. Second element also in 3 ways. 3 into 3, 9 ways. A contains m elements, B contains n elements, n raised to m functions ആണ്. അപ്പൊ ഇതേ ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, A ന്ന് Bയിലേക്ക് എത്ര ഫങ്ഷൻസ് ചോദിച്ചാലോ, A ന്ന് Bയിലേക്ക് അയച്ചു. Aയിൽ എത്ര എലിമെന്റ്സ്? 3 എലിമെന്റ്സ്. Bയിൽ എത്ര എലിമെന്റ്സ്? 2 എലിമെന്റ്സ്. അപ്പൊ number of relations from A to B 2 raised to 6 തന്നെയാണ്. അപ്പൊ number of functions from A to B എത്ര ഉണ്ടാവും? A ന്ന് Bയിലേക്ക് എത്ര ഫങ്ഷൻസ് ഉണ്ടാവും? First element can catch any of the element here in 2 ways. Second element 2 ways. Third element 2 ways. Answer is 2 raised to 3 ways. Is equal to 8 ways. അപ്പൊ ഇതിൽ 4 ചോദിക്കാൻ സാധ്യതയുള്ള relations from A to B, relations from B to A. Relations, number of functions from B to A, number of functions from A to B. Number of relations which are not functions. അപ്പൊ ഇതിൽ number of relations which are not functions എത്രയാ? 2 raised to 6 ന്ന് 3 സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യാം. 64 9 സബ്ട്രാക്ട് ചെയ്യാം. Number of relations here which are not functions ഉണ്ട് 2 raised to 6 ന്ന് 8 സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയും ചോദിക്കാം. Number of relations which are not functions, number of functions from A to B, number of functions from B to B. അപ്പൊ 2 കാര്യങ്ങൾ ഓർക്കാം. A ന്ന് Bയിലേക്ക് ആണെങ്കിൽ Bയിലുള്ള നമ്പർ ഓഫ് എലിമെന്റ്സ് റേസ് ടു Aയിലുള്ള നമ്പർ ഓഫ് എലിമെന്റ്സ്, B ന്ന് Aയിലേക്കാണ് തിരിച്ചു. ഓക്കെ, അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, പഠിക്കണം. അപ്പൊ ഇത്രയൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ഒരുവിധ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെയാണ്. അപ്പം എല്ലാം ഒന്ന് റിവൈസ് ആയിട്ട് നോക്കാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ എന്താ ചോദിക്കുക? ഒരു റിലേഷൻ തരും, റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയും, ഈ 3 ഫോമിൽ എഴുതാൻ പറയും. എന്തൊക്കെയാ? റോസ്റ്റർ ഫോം മെത്തേഡ്, സെറ്റ് ബിൽഡർ മെത്തേഡ്, എറോ ഡയഗ്രാം, ഗ്രാഫിക്കൽ മെത്തേഡ്. അത് 3 പഠിക്കാം. ഡൊമെയിൻ എഴുതാൻ പഠിക്കുക, റേഞ്ച് എഴുതാൻ പഠിക്കാം. ഡൊമെയിൻ ഇസ് ഫസ്റ്റ് എൻട്രീസ്. ഡൊമെയിൻ ഇസ് ഫസ്റ്റ് എൻട്രീസ്. പിന്നെ റിലേഷൻ എന്നത് ഫംഗ്ഷൻ ആണോ? ഇത് ഫംഗ്ഷൻ അല്ല. കാരണം എന്താ? എലിമെന്റ്സ് ഫ്രീ ആണ്. എല്ലാവർക്കും ഇപ്പുറത്തെ ഇമേജ് ഉണ്ടാവുമ്പോഴാണ് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയാം. പിന്നെ നമ്മൾ പഠിക്കാൻ ഉള്ളത് നമ്പർ ഓഫ് റിലേഷൻസും നമ്പർ ഓഫ് ഫംഗ്ഷൻസും. അത് എന്തായാലും ചോദിക്കും. നമ്പർ ഓഫ് റിലേഷൻസും നമ്പർ ഓഫ് ഫംഗ്ഷൻസും എന്തായാലും ചോദിക്കും, ഉറപ്പായിട്ടും പഠിക്കണം. പിന്നെ ഇതൊരു ചോദ്യം സാധാരണ രീതിയിൽ വരാറുണ്ട്. അത് റെയർ ആയിട്ട് ചോദിക്കണം, എന്നാലും ഇത് പഠിച്ചോളൂ. കാരണം ഇൻപുട്ട് ഔട്ട്പുട്ട് ആണല്ലോ, അതിന് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ വേണം. സോ ദാറ്റ് ഇത് രണ്ടും അൺനോൺ ആണെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഗ്രാഫ്, ഈ ഗ്രാഫ്സ് ഒക്കെ പഠിക്കണം. NCERT ബുക്കിലുണ്ട്, ഗ്രാഫ്സ് ഒക്കെ പഠിക്കാം. ഐഡന്റിറ്റി ഫംഗ്ഷൻ, പിന്നെ മോഡുലസ് ഫംഗ്ഷൻ, പിന്നെ പോളിനോമിയൽ ഫംഗ്ഷൻസ്, രണ്ടും പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. സിഗ്നോ ഫംഗ്ഷൻ, പിന്നെ ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ, പിന്നെ മോഡുലസ് ഫംഗ്ഷൻ കുറച്ച് ഇംപ്രൂവൈസ് ചെയ്താൽ ഇത് 2 യൂണിറ്റ് മുകളിലേക്ക് നീക്കാം. അപ്പൊ ഡൊമെയിൻ റേഞ്ച് മാറും, 2 ഇൻഫിനിറ്റി ആവും. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ 2 യൂണിറ്റ് മുകളിലേക്ക് ആക്കി, 3 യൂണിറ്റ് മുകളിലേക്ക് ആക്കി. അപ്പോൾ 3 ഇൻഫിനിറ്റി ആവും റേഞ്ച് എന്ന് മനസ്സിലാക്കാം. ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മോഡ് എക്സ്പ്രസ് ചെയ്യാം. റേഞ്ചസ് ഡൊമെയിൻ സെറ്റ് ഓഫ് ഓർഡർ എലിമെന്റ്സ്, റേഞ്ചസ് ക്ലോസ് 0 ഇൻഫിനിറ്റി. ഇത് x³ + 1 1 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതേ ചോദ്യത്തിന് 1 യൂണിറ്റ് താഴേക്ക്, എവിടെ -1 ആകുമ്പോൾ 1 യൂണിറ്റ് താഴേക്കാവും. അത്രയും അങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ മൈനസ് മോഡ് എക്സ് ആകുമ്പോൾ നേരെ തല കുത്തനെയാവും. അതോടെ തല കുത്തനെയാവും. അപ്പൊ മോഡ് എക്സ് ആണ് തല കുത്തനെയാണ്. പിന്നെ +4 അപ്പൊ മുകളിലേക്കാവും. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ 4 ആയിരിക്കും അപ്പർ ബൗണ്ട്. അപ്പൊ -∞ to 4 ആയിരിക്കും എന്റെ റേഞ്ച്. ഓക്കെ, പിന്നെ ഇത് ഡൊമെയിന്റെ കൺസെപ്റ്റ് അല്ല. ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഫോർ ഫംഗ്ഷൻസ് ഡിഫൈൻഡ്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, f of x equals x² + x + 1, അല്ലെങ്കിൽ x² + 5x + 1, അല്ലെങ്കിൽ x² + 5x + 6. ഇത് ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്.
ഇതിപ്പോ ഇങ്ങനെ വെച്ചോളൂ, എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 വെച്ചോളൂ. ഇവിടെ നമുക്ക് താഴെ മാത്രമേ നോക്കിയാൽ മതി. ഇത് 0 ആവുന്ന സന്ദർഭം ഇല്ല, ഇതിന്റെ ഡിസ്റ്റർബൻസ് നെഗറ്റീവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്റെ ഡൊമൈൻ, ഇതിന്റെ ഇടയിൽ ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അത് ഓർക്കാം കേട്ടോ. കാരണം ഇവിടെ ആകുമ്പോൾ നമുക്ക് എക്സ് 1 ആവാൻ പാടില്ല, എക്സ് 1 ആയ ഡൊമൈൻ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല, അപ്പൊ എക്സ് 1 ആവാൻ പാടില്ല. ഇവിടെ ആകുമ്പോൾ എക്സ് 2ഉം 3 ആവാൻ പാടില്ല. പിന്നെ ഇവിടെ ഡൊമൈൻ ഇത് ശ്രദ്ധിക്കണം, ഇവിടെ 4ന് പകരം 25 ആവാം, അല്ലെങ്കിൽ 9 ആവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, റേഞ്ചിൽ 0, 2 ആണെന്ന് ശ്രദ്ധിക്കണം. റേഞ്ച് കനോട്ട് ബി നെഗറ്റീവ്, y കനോട്ട് ബി നെഗറ്റീവ്, y is always പോസിറ്റീവ്. പിന്നെ പഠിക്കാനുള്ളത് ഇതാണ്, വെറുതെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഒരു ഇൻപുട്ട് ചോദിക്കും. പിന്നെ ഇത് നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി, നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം ബി ടു എ, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം ബി ടു എ, നമ്പർ ഓഫ് ഫംഗ്ഷൻസ് വിച്ച് ആർ നമ്പർ ഓഫ് റിലേഷൻസ് വിച്ച് ആർ നോട്ട് ഫംഗ്ഷൻസ്, അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ, മാക്സിമം അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമുക്ക് 3ാമത്തെ ചാപ്റ്റർ അടുത്ത ദിവസം നോക്കാം. ഓക്കെ, താങ്ക് യു.